Hello everyone, welcome again to Sangeetha and Leo channel. So സ്കൂൾ തുറക്കല്ലേ, നമുക്കൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഒന്ന് കണ്ടാലോ. രാവിലെ എണീക്കാൻ വൈകിയ അല്ലെങ്കിൽ അടുക്കളയിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കിന് പോവാണ്, അപ്പോൾ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ സാധാരണ പരിപ്പ് കുത്തിക്കാച്ചിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റാണ് ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ ഒരു 10 എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള ചുവന്നുള്ളി ആയതുകൊണ്ട് 10 എടുത്തു. നിങ്ങളുടെ കയ്യിൽ വളരെ കുഞ്ഞിതാണെങ്കിൽ കുറച്ച് കൂടെ കൂടുതൽ എടുത്തോളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി, പൊതുവേ പരിപ്പ് കുത്തിക്കാച്ചിൽ വെളുത്തുള്ളി യൂസ് ചെയ്യില്ല, പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നു, ഒരു 4 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി അത് വേണം, ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പകുതി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ള് യൂസ് ചെയ്ത തക്കാളിയുടെ ആ ഒരു പുളിപ്പ് അങ്ങോട്ട് മുൻപിൽ നിൽക്കും. പിന്നെ വേണ്ടതാണ് മല്ലിയില. മല്ലിയിലയാണ് ഈ ഒരു കറിക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊണ്ടുവരുന്നത്. കുറേ പേർക്ക് മല്ലിയില ഇഷ്ടമല്ല, മല്ലിയിലയുടെ മണം ഇഷ്ടമില്ലാത്തവരുണ്ട്. അതൊക്കെ വലിയ കഷ്ടമാട്ടോ. മല്ലിയില വളരെ നല്ലതാണ്, ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് യൂസ് ചെയ്യണ്ട, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ പരിപ്പ്. അപ്പോൾ ഫസ്റ്റ് തിങ് പരിപ്പ് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിടാം. നല്ലോണം കഴുകണം, ഒരു 3 പ്രാവശ്യം കഴുകണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം വേണ്ട നമുക്ക് പരിപ്പ് കുത്തി കാച്ചലിന്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ലിഡ് വയ്ക്കുക, എന്നിട്ട് വെയിറ്റ് വയ്ക്കുക. ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എയർ കളയാം കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ പരിപ്പ് അങ്ങോട്ട് കുഴഞ്ഞ് ഒരു പരുവത്തിലാവും. അത് വേണ്ട. ഈ ഒരു റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പരിപ്പൊക്കെ വേവണം, എന്നാലും ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പരിപ്പ് വേവാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ പ്രഷർ കുക്കറിൽ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമ്മൾ വേഗം ചുവന്നുള്ളിയും തക്കാളിയും നമ്മുടെ വെളുത്തുള്ളിയും മല്ലിയിലയും ഒക്കെ അരിഞ്ഞ് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് സൈഡിൽ അത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ, സമയം കളയണ്ടെങ്കിൽ സൈഡിൽ തന്നെ ഇത് പതുക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ. അപ്പോഴേക്കും നമ്മൾ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം പരിപ്പ്. അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്, എന്നാൽ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഉടഞ്ഞു പോയിട്ടില്ല. ഇതായിരിക്കണം പരിപ്പിൻ്റെ വേവ്. ഓക്കെ, ഇനി എങ്ങാനും അത് പായസം പോലെ ആയാൽ സാരമില്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല. അപ്പോൾ അതിപ്പോൾ ഏത് സ്റ്റൈലായാലും എന്താ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോയാൽ അതൊരു വലിയ പാപമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കുത്തിക്കാച്ചലിൻ്റെ സംഭവങ്ങളൊക്കെ മസാല ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വേഗം തന്നെ ചീഞ്ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം നമുക്ക്. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തിങ് വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളി ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നാലെ ഞാൻ ചുവന്നുള്ളി ഇട്ടു. ചുവന്നുള്ളി ഇട്ട് ഇനി നല്ലോണം വഴറ്റാണ്. ഓക്കെ, ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം. അത് വളരെ പെട്ടെന്നാവും കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടി പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വേപ്പിലിടണം. എല്ലാ കറികൾക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റും മണമൊക്കെ വരുന്ന ആ വേപ്പിലാണല്ലോ. അപ്പോൾ ഇതിൽ ഞാനത് ഒഴിവാക്കുന്നില്ല, വേപ്പിലിടാണ്. എന്നിട്ട് നല്ലോണം വഴറ്റാണ്, നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റാണ്. അത്യാവശ്യത്തിന് ബ്രൗൺ കളറായിട്ടുണ്ട്, നമ്മൾ ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം, കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ടു കേട്ടോ. ഇത് ഞാൻ എൻ്റെ കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സംഭവമാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കായപ്പൊടി.
യെസ്, ഇത് ഒരു സർപ്രൈസ് ആയിരിക്കും. പക്ഷെ പൊതുവേ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു നുള്ള കായപ്പൊടി ഇടാൻ നമ്മുടെ അസിഡിറ്റി പൗഡർ എന്ന് പറയുമ്പോൾ, എന്നിട്ട് നല്ലോണം ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളി ഇടാൻ. അതൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം ഒരു കുട്ടി ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വളരെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം നമുക്ക് തക്കാളി നല്ലോണം സോഫ്റ്റ് ആവണം, നല്ലോണം പേസ്റ്റ് പരുവത്തിലാവണം കേട്ടോ. അപ്പോൾ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ഇടുന്നത്, നേരത്തെ ഞാൻ ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ, ഒരുപാട് കൂടുതലാവരുതേ. അപ്പോൾ അടച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണ്. തക്കാളി അത്യാവശ്യത്തിന് തക്കാളി കുക്കായിട്ടുണ്ട്. ഇനി ഞാനത് തുറന്ന് വാട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഇവാപറേറ്റ് ആയിപ്പോയി, എണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒരുവിധം ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പിടാം. അപ്പോൾ പരിപ്പിന് അത്യാവശ്യത്തിന് വെള്ളം ഇല്ല, അപ്പോൾ വെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എത്ര വേണം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് കേട്ടോ. നിങ്ങൾക്ക് നല്ല വാട്ടറി ആയിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിക്കാം. എനിക്കങ്ങനെ വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിയില ഇടാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് 1 ബോയിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ. അയവാ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. ആ കായപ്പൊടിയും മല്ലിയിലയും തക്കാളിയുടെ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. ഒരു വെറൈറ്റി പരിപ്പ് കുത്തി കാച്ചൽ. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ ഫസ്റ്റ് സംഭവം കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ചോറിൻ്റെ കൂടെ ഒരു ചെറിയ ഡ്രൈ ആയിട്ടുള്ള സംഭവം വേണ്ടേ. അതിന് ഞാൻ ചെയ്യുന്നത് ഓംലെറ്റ് ആണ്. ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സബോള, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ പച്ചമുളക്. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മതി കേട്ടോ, ഒരെണ്ണമൊക്കെ ധാരാളം. മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ 1-2 ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, സമയമൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഓക്കെ, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം വളരെ നല്ലതാണ്. അപ്പോൾ അതും പിന്നെ മുട്ട. ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ നല്ലോണം അരിഞ്ഞ് നല്ല നൈസായിട്ട് അരിയുക. സബോളയും തക്കാളിയും പച്ചമുളകും ക്യാപ്സിക്കവും ഒക്കെ നല്ല നൈസായിട്ട് അരിയുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്താ പറയുക, വേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് മല്ലിയില ആഡ് ചെയ്യാണ്. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഇടാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടാണ്. ഓക്കെ, എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫോർക്ക് യൂസ് ചെയ്ത് കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷേ ഫോർക്കാണ് കുറച്ചും കൂടി നല്ല ഒരു ഫ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി വേഗം തന്നെ ഫ്രൈങ് പാൻ ചൂടാക്കാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓംലേറ്റിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ വേവണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം, അതായത് ഓയിൽ ഒഴിച്ചിട്ട് ആ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ഈ ബാറ്റർ, ഈ പൊട്ടയുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ല ഈവനായിട്ട് എല്ലായിടത്തും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കാം. അപ്പോൾ ഇതൊരു മേ ബി ഒരു 2 minutes ഒക്കെ എടുക്കും ഒന്ന് എല്ലായിടത്തും നിന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ ഓംലെറ്റിൻ്റെ അടിഭാഗം അങ്ങനെ കരിയില്ല. അതുകൊണ്ട് ബ്രൗണിഷ് കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ ട്രിക്കാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്കത് വർക്ക് ചെയ്യാറുണ്ട്. വേറെ എക്സ്പേർട്ട് കുക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേറെ മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓംലെറ്റ് ഓൾമോസ്റ്റ് സെറ്റായി. ഞാൻ ഒന്ന് സർഫസ് ഒന്ന് നോക്കട്ടെ, അതിൻ്റെ മോൾ ഭാഗം വെന്തോ എന്ന് നോക്കട്ടെ. യെസ്, അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് നമ്മുടെ സബോളയും ക്യാപ്സിക്കം തക്കാളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. അയ്യോ,
ഒന്ന് ഉറിഞ്ഞു പോയി. ഞാൻ എക്സ്പേർട്ടല്ല ഈ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും മറിച്ചിട്ടു. ഒരു 1 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഗ്യാസ് ഓഫാക്കിയിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫാക്കി. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാണ്, ജസ്റ്റ് ഈക്വൽ പാർട്സ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മേലിൽ, അതായത് മറിച്ചിടുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇടാം. ചീസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓംലെറ്റിൽ ആദ്യം ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ഇടുന്നത് കുറച്ച് കുറയ്ക്കണം. കാരണം ചീസിൽ ഓൾറെഡി ഒരു സോൾട്ടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചീസ് ഇടുന്നുണ്ടെങ്കിൽ ബാറ്ററിൽ ഉപ്പ് ഇടുന്നത് കുറയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റാക്കാം. അപ്പോൾ ഇതാണ് ലിയോൻ്റെ ലഞ്ച് ബോക്സ്. ഞാൻ പുതിയത് മേടിച്ചതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ടപ്പർവെയറിൻ്റെ ആണ്. നല്ല സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റും പിന്നെ എക്സ്ട്രാ ഒരു കണ്ടെയ്നറും കൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ വലിയ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ചോറ് ഇടാണ്. ഇപ്പോൾ 2.5 കയ്യിൽ ലിയോ ഭക്ഷണം കഴിക്കും കേട്ടോ. അപ്പോൾ 2.5 കയ്യിൽ ചോറ് ഇടുന്നുണ്ട്. ആൻഡ് സൈഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പരിപ്പ് കറിയിലെ ഈ കുഞ്ഞ കണ്ടെയ്നർ, ഞാൻ പറഞ്ഞൊരു എക്സ്ട്രാ കണ്ടെയ്നർ ഉള്ളത്, അപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് അത് ഈ സൈഡിലേക്ക് വെച്ചു. ഇനി ചോറിൻ്റെ മീതെ നമ്മുടെ അടിപൊളി ഓംലെറ്റ് വെക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ അടുക്കളയിലൊന്നും ഇല്ലെങ്കിൽ ഇതങ്ങോട്ട് തയ്യാറാക്കിയാൽ മതി. ഊണിന് ഇത് സൂപ്പറാണ്. അതുപോലെ ലഞ്ച് ബോക്സ് ആവണമെന്നില്ല കേട്ടോ, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് നമുക്ക് വീട്ടിലും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് അത്ര വലിയ എന്താ പറയുക, സമയമൊന്നും എടുക്കുന്നില്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് സംഭവമാണ്. കുക്കിംഗ് ഒട്ടും അറിയാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ്, കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സംഗീത ആൻഡ് ലിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം മീ. Ta-da!